ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഉമ്മയുടെ സ്പെഷ്യൽ വെള്ളപ്പം ഫിഷ് മോളിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് രണ്ടും കൂടിയിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇത് നമ്മൾ സാധാരണ അരി കുതിർത്തുണ്ടാക്കുന്ന വെള്ളപ്പമല്ല, അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെയും ഫിഷ് മോളിൻ്റെയും റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 കപ്പ് ചോറ്, 1 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സാക്കാം സ്പൂൺ വെച്ചിട്ട് തന്നെ. അതിനുശേഷം നമുക്കിത് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ മാവ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് ഫിഷിന് മസാല വരട്ടാം. ഭയങ്കര സിമ്പിൾ മസാല ഉണ്ട് അതിന് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീര്, ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഓരോ പീസസിലായിട്ട് ഇത് പുരട്ടി കൊടുക്കാം കേട്ടോ. ഈ ഒരു മസാല നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നെയ്മീൻ പാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ കിങ് ഫിഷ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും അടിപൊളി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഫിഷ് മോളിയുടെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടാൻ തക്കാളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സെയിം ഓയിലിൽ നമ്മളെ ഫിഷ് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഒരു സൈഡായി വരുമ്പോൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി കുക്കാക്കി എടുക്കാം കേട്ടോ. ഉമ്മതേ ഇവിടെ ഫിഷ് മോളിൻ്റെ മസാല ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാള, ഇഞ്ചി ഒക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് 1-ാം പാലും 2-ാം പാലും എടുക്കണം. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ 2 പാലും എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ 1-ാം പാല് ഒന്നും കൂടി തിക്കാക്കാൻ വേണ്ടിയിട്ട് ബദാം അല്ലെങ്കിൽ കാഷ്യൂ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു കുഞ്ഞി മിക്സിയുടെ ജാറിൽ ബദാം ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കറിക്ക് ഒരു തിക്നെസ്സും ടേസ്റ്റൊക്കെ കൂടും. അപ്പോൾ നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൽ ഓയിൽ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഉലുവ, പെരിഞ്ജീരകം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നീളനെ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, സവാള ഒക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് മസാല പൗഡറായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടണുള്ളൂ കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ കിടന്ന് മീൻ ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾ 1-ാം പാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ചെറിയ രീതിയിൽ തള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി വന്നപ്പോഴാണ് അതിൻ്റെ ആ ഒരു റിയൽ ഭംഗി വന്നത്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. ഇനി നമ്മളെ മാവൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് വെള്ളപ്പം കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വെള്ളപ്പം നമ്മളെ ഫിഷ് മോളും കൂടി കൂട്ടിയിട്ട് കഴിക്കാം. നമ്മൾ ഈ രീതിയിൽ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു 2 hours ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും അത് പൊങ്ങി വരും, നമുക്ക് നല്ല അടിപൊളി വെള്ളപ്പം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഈ ഫിഷ് മോളി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കുക. ഇങ്ങനെയുള്ള കഷ്ണങ്ങളാണ് കൂടുതലും ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുള്ളത്, അങ്ങനത്തെ മീനുകൾ. ഇപ്പോൾ ഇവിടെ ഇത് എല്ലാം സെറ്റായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. നല്ലൊരു അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന കാരണം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ.
മോളി തന്നെ ഈ ഫിഷ് ഫിഷ് സാധനം അത് മാത്രം തന്നെ നോക്ക്. ഫിഷ് രസമുണ്ട്. ഫിഷ് എന്തായാലും കാശ് പോലെ